ടൊമാറ്റോ റൈസ് അഥവാ തക്കാളി ചോറ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടാക്കുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിനു ശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്, 2 വറ്റൽമുളക് പകുതിയായി അരിഞ്ഞത് എന്നിവ ചേർക്കുക. 20 സെക്കൻഡ് നേരം നന്നായി ഇളക്കുക. ഇനി വേണ്ടത് 6 വെളുത്തുള്ളി അരിഞ്ഞത്, 1 പച്ചമുളക് നടുവെ കീറിയത്, 2 തണ്ട് കറിവേപ്പില, 1/2 സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. സവോള ചെറുതായി ഗോൾഡൻ നിറമാകുന്നത് വരെ വേണം വഴറ്റാൻ. ഗോൾഡൻ നിറത്തിലേക്ക് മാറുന്ന സമയം പ്രധാന ചേരുവ ചേർക്കാൻ പോകുന്നു. 4 തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഒപ്പം 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ഒരു പ്രത്യേക രുചി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം വഴറ്റുക. 2 മിനിറ്റിന് ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. തിളച്ചു തുടങ്ങുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. തിളച്ചു തുടങ്ങുമ്പോൾ വെള്ളം വറ്റി തക്കാളി നന്നായി വേവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിക്കുക. ഇനി 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നന്നായി ഇളക്കുക. നെയ്യ് ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം ഏതെങ്കിലും വൈറ്റ് റൈസ് ചേർക്കാം. നമ്മൾ 2 കപ്പ് വേവിച്ച ബസ്മതി അരി ചേർക്കുകയാണ്. 2 കപ്പ്. അതോടൊപ്പം കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി. ഈ അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 4 പേർക്ക് കഴിക്കാനുണ്ടാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.